ഉസ്താദ് നമ്മൾ രണ്ടു കൂട്ടരും. ഓക്കെ, എനിക്ക് പറയാനുള്ള വിഷയം എന്താ ഈ ഇട്ട ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയ പൗലോസ് അതെങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു നറേഷൻ ഉണ്ടാക്കി ഞാൻ മനസ്സിലാക്കിയതല്ല. വിയോജിപ്പുകളുണ്ടെങ്കിൽ പറയാം. അതായത് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പുതിയ നിയമ പുസ്തകത്തിന്റെയും അതിലുള്ള പൗലോസിന്റെ പ്രധാനമായിട്ടും പൗലോസിന്റെ ലേഖനങ്ങളും അപ്പോസ്തല പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ പൗലോസിനെ കുറിച്ചിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഷിബുച്ചാനൊക്കെ യാക്കോബായ ഓർത്തഡോക്സ് സഭ വിശ്വാസി ആയതുകൊണ്ട് ഞാൻ പൗലോസിനെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പൗലോസ് ശ്ലീഹ ധന്യൻ ചൊൽകേട്ടേ നീതാവം, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴിച്ച് ഒരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ, താനേൽക്കും സഭയിൽ ശാപം, പലതരം ഉപദേശങ്ങളഹാ പാരിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിനുപദേശം തൊട്ടവസാനിപ്പിപ്പേൻ ധന്യൻ. ഇത് എടുത്തിട്ടുള്ളത് ഗലാത്യ ലേഖനത്തിന്റെ ആദ്യ അധ്യായത്തിൽ നിന്നാണ്. ഇതിന്റെ ഒരു സംഗ്രഹ രൂപമാണ്. അത് ഒരു 6-7 വചനമാണ് ഗലാത്യ ലേഖനത്തിലുള്ള ഈ പറഞ്ഞ ഞാൻ അറിയിച്ചതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങളെ അറിയിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണ്. അത് അറിയിച്ചാൽ പോലും, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് അറിയിച്ചാൽ പോലും അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് പറയുന്ന പൗലോസ് പറയുന്ന ഭാഗത്തു നിന്ന് എടുത്തിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അതേ സംഭവം പൗലോസ് ശ്ലീഹ പറയുന്ന വിഷയത്തിൽ തന്നെ ഈ പറയുന്ന ഗലാത്യ ലേഖനം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ പഠിച്ചതിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഗലാത്യ സഭയിലേക്ക് കുറച്ച് ആളുകൾ വരികയും അവിടെ പൗലോസ് പഠിപ്പിച്ചതല്ലാത്ത മറ്റൊരു സുവിശേഷം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മറ്റൊരു സുവിശേഷം യഥാർത്ഥ ദൈവ സുവിശേഷമാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം, ഞാൻ മുന്നോട്ട് വെക്കുന്ന ചോദ്യം. അവിടെ തന്നെ പൗലോസ് പറയുന്നുണ്ട്, ഗലാത്യ ലേഖനം 3:1 പറയുന്നുണ്ട്, ഓ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ പറയുന്നത് കുറച്ച് വളരെ ഒരു ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ബുദ്ധിശൂന്യരായിട്ടുള്ള ആളുകളെ, ഗലാത്യക്കാരെ കുറിച്ച് പറയാം. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാരെ എന്ന് പറയുന്നുണ്ട്. പൗലോസ് തന്നെ പൗലോസിന്റെ ഗലാത്യ ലേഖനത്തിൽ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ റെഫറൻസുകൾ എടുത്ത് സംസാരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിന് ആധികാരികത ഇല്ലാതാവും. അപ്പോ ഒരു മിനിറ്റ്. ന്യായപ്രമാണത്തിൽ നീതി അഥവാ മോക്ഷം വരികയാണെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ ആകില്ലേ എന്ന് പൗലോസ് പറയുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വചനം നിങ്ങൾ മനസ്സിൽ ഉണ്ടാവുക. ഇപ്പൊ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര്. 2-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനത്തില് 13-ാമത്തെ വചനം മുതൽ വായിക്കാം. ശേഷം യഹൂദന്മാരും അവനോട് കൂടെ കപടം കാണിച്ചത് കൊണ്ട് ബർന്നബാസും അവരുടെ കപടത്തിൽ തെറ്റിപ്പോയി ഇടവന്നു. അവർ സുവിശേഷത്തിന്റെ സത്യമനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞു. ആരോടാണ് പറയുന്നത്? കേഫാവിനോടാണ് പറയുന്നത്. കേഫ എന്ന് പറഞ്ഞ പാറയാണ്. കേപ്പ എന്ന് പറഞ്ഞ പാറ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പത്രോസിനെയാണ് പറഞ്ഞത്. യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിക്കാൻ നിർബന്ധിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. നാം സംഭവത്തിൽ ജാതികളിൽ നിന്ന് പാപികളല്ല, യഹൂദന്മാരത്രേ. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ മനുഷ്യന് നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് നാമും ന്യായപ്രമാണത്തിൽ പ്രവർത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. അപ്പോ ഇവിടെ കേപ്പയെ തിരുത്തിക്കൊണ്ട് പറയുന്ന വചനങ്ങളാണിത്. അപ്പൊ ഇതിനൊരു കാരണമുണ്ട്. 12-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വന്നാരേ. അപ്പൊ ഈ യാക്കോബ് എന്ന് പറയുന്നത് അപ്പോസ്തല അനുയായികളിൽ മൂപ്പനാണ്. അപ്പോസ്തലന്മാരിൽ മൂപ്പനായിട്ടുള്ള യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചില ആളുകൾ വന്നു. അവർ ജാതികളുടെ ഇടയിൽ തിന്നുപോന്നു. മുമ്പേ അവർ ജാതികളുടെ കൂടെ തിന്നുപോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയന്നു പിൻവാങ്ങി പിരിഞ്ഞു നിന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്നത് ഈ പറയുന്ന ന്യായപ്രമാണത്തിലുള്ള നീതിയുടെ കാര്യം പൗലോസ് പറയുന്നത്. അപ്പൊ ന്യായപ്രമാണത്തിലൂടെ നീതീകരിക്കപ്പെടുകയില്ല എന്ന് പൗലോസ് പഠിപ്പിക്കുന്നത് എന്തിനാണ്? ന്യായപ്രമാണം ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിലൂടെ നീങ്ങിപ്പോയി എന്ന് പറയാനാണ്. അപ്പോൾ തന്നെ ഈ പറയുന്ന യഥാർത്ഥ ക്രിസ്തു അനുയായികള്
ഇതിന് ശ്രമിക്കുന്നത് പൗലോസ് ശ്ലീഹ കൊണ്ടുവന്ന ആദർശത്തിനെതിരായിട്ടാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുക. യാക്കോബിന്റെ അടുക്കൽ നിന്ന് വന്ന ആളുകളെ പൗലോസ് ശ്ലീഹയുടെ അധ്യാപനങ്ങൾ തെറ്റാണെന്നും നിങ്ങൾ ന്യായപ്രമാണം പാലിക്കേണ്ടവരാണ് എന്നുള്ള രീതിയിലാണ് അവിടെ പഠിപ്പിക്കുന്നത്. അത് തന്നെ അഡാപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, കേപ്പ അവരിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. അതിനുശേഷം ആ കേപ്പയും വഴിതെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് പൗലോസ് എന്ത് ചെയ്യാണ്, അവരെ തിരുത്താൻ ശ്രമിക്കുന്ന ഒരു രംഗാണ് കാണുന്നത്. എന്നിട്ട് പിന്നെ പൗലോസിന്റെ ഒരു വിചിത്രമായിട്ട് പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു എന്തുണ്ട്, ഒരു ഒരു കമ്പാരിസൺ പറയുന്നുണ്ട്. ആരാ പൗലോസ് ഒരു മിനിറ്റ്, ഓക്കെ. അതായത് ഈ യെരുശലേം സഭയെയും അതേപോലെ തന്നെ മീതെയുള്ള യെരുശലേമും എന്ന് പറഞ്ഞിട്ട് താഴെയുള്ള യെരുശലേം എന്താണ്, അടിമകളെ പ്രസവിക്കുന്നു എന്ന് പറയുന്നുണ്ട് പൗലോസ്. മീതെയുള്ള യെരുശലേമോ നമ്മുടെ അമ്മ, അവൾ സ്വതന്ത്രയാണല്ലോ എന്ന് പറഞ്ഞ് പൗലോസ് അതിനെ ഈ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ തന്നെ നമ്മൾ ക്രിസ്തു യേശു പ്രബോധന കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ചില ഉദ്ധരണികൾ കൂടി നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ ഒപ്പം കൂട്ടി പഠിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അപ്പോസ്തലന്മാർ നിങ്ങളിങ്ങനെ കുറെ ചോദ്യങ്ങളാ ചോദിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അല്ല, ഞാനൊരു വിഷയം കൃത്യമായിട്ട് പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ആയിക്കോട്ടെ, അത് ഒരുപാട് ടൈം എടുക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഷയത്തിന്റെ എന്താണ് എന്നുള്ളതിന്റെ കൃത്യത വരില്ല. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് പറ്റില്ല ഫൗദേ. നിങ്ങൾക്ക് ചോദ്യമുള്ള ചോദിക്കാം. റോയ് ബ്രദർ, ഞാനൊരു തർക്കം ഉദ്ദേശിക്കുന്നേ ഇല്ല കേട്ടോ. നിങ്ങളുടെ കാര്യം കേൾക്കാൻ വേണ്ടിയല്ല ഞങ്ങള്. നിങ്ങൾക്ക് എന്താണ് സംശയമുള്ള അല്ലല്ല റോയിച്ച അങ്ങനെയല്ല. പുള്ളിക്ക് പറയാനുള്ള ചോദിക്കട്ടെ. പുള്ളി ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ കണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്ക് ചോദ്യം വരിക. അപ്പൊ അതാണ് അത് മനസ്സിലായി. പക്ഷെ അതാ എന്ന് വെച്ച് കഴിഞ്ഞാല് താഴെ ഇരിക്കുന്ന ആൾക്കാരെ കമന്റ്, ഞാൻ കമന്റ് ബോക്സ് ഒന്നും വായിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുകയാണല്ലോ. ഇത് ചെയ്യ്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ നല്ലപോലെ ബൈബിൾ അറിയാവുന്നതാണ്. അതുകൊണ്ട് ഒത്തിരി സമയം എടുക്കാന്ന് ചുരുക്കി പറഞ്ഞിട്ട് ചോദിക്കൂ. ഓക്കെ, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അതായത് പൗലോസ് ക്ഷുദ്രം ചെയ്ത് മയക്കിയവരെന്ന് വിളിക്കുന്നത് അപ്പോസ്തലന്മാരെയാണ്. അപ്പൊ യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ലൂക്കോസ് സുവിശേഷം 10:16 പറയുന്നുണ്ട്, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. ഞാൻ കൂടുതൽ ചോദ്യം ചോദിക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തവണ ഉത്തരം പറഞ്ഞാൽ എനിക്ക് ഇനഫാണ്. ഞാൻ പിന്നെ അതിൽ കൂടുതൽ ചോദ്യം ചോദിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്ക് ഈ വിഷയം ഇവിടെ എടുത്തിടാൻ താല്പര്യമില്ല. പിന്നെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് കൊണ്ടും എനിക്ക് ഈ വിഷയം ഷിബുച്ചായന്റെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണെന്ന് അറിയണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ചോദ്യം, പൗലോസ് ശ്ലീഹ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരെയാണോ? അതല്ലേ ചോദിച്ചേ? ചോദ്യം ഒന്നുകൂടെ ഒന്ന് മേക്ക് ഷുവർ ചെയ്യാൻ. അതാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള വചനങ്ങൾ ഞാൻ തെളിയിച്ചിട്ടുണ്ട്. ഞാൻ അതിന് എന്തെങ്കിലും കൗണ്ടർ ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് അതിന്ന് ബ്രദർ ഇച്ചായ മനസ്സിലാക്കിയെന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. അതെ, അത് ഗലാത്യ ലേഖനത്തില് അവിടെ എഴുതിയിരിക്കുന്നത്, അല്ലയോ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, അങ്ങനെയാണ് അവിടെ അഡ്രസ് ചെയ്യുന്നത് 3-ാം അധ്യായത്തിൽ. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. അപ്പോസ്തലന്മാരെ സംബന്ധിച്ച് നമ്മള് വായിക്കുമ്പോ പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തില് 11-ാമത്തെ വാക്യത്തിൽ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെട്ട് അപ്പോസ്തലന്മാരെ വിളിക്കുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? അപ്പൊ അപ്പോസ്തലന്മാരെ ഗലീല പുരുഷന്മാരാണ്. പൗലോസ് ശ്ലീഹ അഡ്രസ് ചെയ്തിരിക്കുന്നത് ഗലാത്യരെയാണ്. അപ്പൊ അതിനകത്തൊരിക്കലും അപ്പോസ്തലന്മാർ വരില്ല. കാരണം അവരെല്ലാം ഗലീലക്കാരാണ്. ഗലീല പുരുഷന്മാരെ എന്നാണ് അവിടെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ വിളിച്ചിരിക്കുന്നത് ഗലാത്യരെ എന്നാണ്. രണ്ടിന്റെ ആദ്യത്തെ അക്ഷരം ഗായാണെന്നേ ഉള്ളൂ. ഈ ഗലാത്യരും ഗലീലക്കാരും രണ്ടല്ലേ? അപ്പൊ താങ്കൾ മനസ്സിലാക്കിയതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അതിനകത്ത് അപ്പോസ്തലന്മാരില്ല എന്നുള്ളതാണ് ഈ ഒരു ചെറിയ
പദപ്രയോഗത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. ഫുഹദ് മറുപടി പറഞ്ഞോളൂ. ഞാനതിൽ കൂടുതലായിട്ട് ഇവിടെ തർക്കം ഉദ്ദേശിക്കുന്നില്ല. അവിടെ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യാക്കോബിന്റെ ഒപ്പം ബർണബയും അതേപോലെ തന്നെ പത്രോസും പോകുന്നുണ്ട്. അവരാണ് അവിടെ ഉണ്ടായിരുന്നത്. യാക്കോബിന്റെ പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒപ്പം അവരിലേക്ക് ആര് വരികയാണ്? യാക്കോബ് ശ്ലീഹയുടെ അടുത്ത് നിന്ന് ആളുകൾ വന്നാരേ എന്ന് പറഞ്ഞിട്ടാണ് 12-ാമത്തെ വചനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത്. താങ്കൾ കൃത്യമായിട്ട് പറഞ്ഞോളൂ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. എവിടെയാണ് പ്രശ്നം? അല്ലാതെ ഇവിടെ അങ്ങനെ പറയാതെ പോവല്ലേ. എന്താണ് പ്രശ്നം? അവിടെ മറ്റൊരു സുവിശേഷം, പൗലോസ് പഠിപ്പിക്കാത്തതായ മറ്റൊരു സുവിശേഷം, ആ സുവിശേഷം എന്ന് പറയുന്നത് ന്യായപ്രമാണം അനുസരിക്കുക എന്നുള്ളതാണ്. ന്യായപ്രമാണത്തിലൂടെ നീതി വരും എന്നുള്ളതാണ് അവിടെ പഠിപ്പിക്കപ്പെടുന്ന സുവിശേഷം. ആ സുവിശേഷം വന്ന് പഠിപ്പിച്ചത് യേശുവിന്റെ അനുയായികളായ അപ്പോസ്തലന്മാരാണ് എന്നുള്ളതാണ് എന്റെ വാദം. ആ ആളുകളെ കുറിച്ചിട്ടാണ് പൗലോസ് ബുദ്ധിയില്ലാത്ത ഗലാത്യരെ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നമ്മുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കുക, നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത് ആരെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഉള്ളത് എന്നാണ് ഞാൻ വെച്ച ആർഗ്യുമെന്റ്. മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോസ്തലന്മാരെ അല്ല അഡ്രസ് ചെയ്യുന്നത്, ഗലാത്യ സഭയിലുള്ള ആളുകളെയാണ്. ന്യായപ്രമാണത്തെ പ്രൊമോട്ട് ചെയ്യുന്ന യഹൂദ മതം അവിടെ ഉണ്ട്. യഹൂദ മതം ശക്തമായിട്ട് നിലനിൽക്കുമ്പോഴാണ് ഈ ഗലാത്യ ലേഖനം എഴുതുന്നത്. അന്ന് യഹൂദരായ ആളുകൾ ഈ ക്രിസ്ത്യാനികളെ ഈ ന്യായപ്രമാണം അനുസരിക്കാനൊക്കെ പഠിപ്പിക്കുന്ന യഹൂദ മതത്തിന്റെ ആചാരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനിറ്റി പൂർണ്ണ സ്വതന്ത്രമായിട്ട് ഒരു മതമായിട്ടൊന്നും രൂപപ്പെട്ടിട്ടില്ല ആദ്യകാലത്ത്. അപ്പൊ ആ കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ പൗലോസ്ലീഹ പറയാണ്, അവര് വന്നിട്ട് എന്ത് ചെയ്യാണ്? നിങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിലേക്ക് നുഴഞ്ഞു കയറി വരുന്നു. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത് ആ പശ്ചാത്തലം. അല്ലാതെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു, അപ്പോസ്തലന്മാർക്കെതിരായി പൗലൂസ് എഴുതി എന്നുള്ള രൂപത്തിൽ അതിനെ മനസ്സിലാക്കുന്നില്ല. ഞാൻ ഈ വിഷയത്തിൽ കൂടുതലായിട്ട് തർക്കിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ സ്റ്റാൻഡേർഡിന് അത് ചേർന്നതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വിഷയം പഠനത്തിനായി വിടുകയാണ്. എനിക്ക് ബൈബിൾ അറിയാതെ പഠിക്കാത്തോണ്ടുള്ള ഒരു പ്രശ്നമാണെന്ന് നമ്മൾ പറയുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൃത്യമായി ബർണബയുടെ വിഷയം എന്താ ഉദ്ദേശിക്കുന്നത്? തെറി വിളിക്കുന്നില്ലെന്നാണോ താങ്കൾക്ക്? അല്ലല്ല, തെറി വിളിക്കല്ല. ഞാനിവിടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയല്ല നടക്കുന്നത്. ഞാനായിട്ട് ഇത് കൊണ്ടുവന്നിടുന്നില്ല എന്ന് പറഞ്ഞാണ്. താങ്കൾക്ക് ഈ വിഷയത്തിൽ ഏത് എക്സ്ട്രീം വരെ സംസാരിക്കാം. താങ്കൾ മാന്യമായിട്ട് സംസാരിക്കുന്ന ബൈബിളിൽ നിന്ന് വാക്യങ്ങൾ ഉദ്ധരിച്ച് പറഞ്ഞോളൂ. ഞങ്ങളെ അത് വേദനിപ്പിക്കുമെന്നോ ഞങ്ങൾക്ക് മുറിവുണ്ടാവുമെന്നോ ഓർത്ത് ഇവിടെ മടങ്ങേണ്ട ആവശ്യമില്ല. അത് ഞങ്ങളോട് ചെയ്യുന്ന അനീതിയാണ്. നിങ്ങൾ പറഞ്ഞോ, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ വാക്യങ്ങൾ ഉദ്ധരിച്ച് പറഞ്ഞോളൂ. ഞാനിവിടെ പറഞ്ഞല്ലോ, അവിടെ വേറൊരാളുകളാണ് എന്ന് പറയാനുള്ള ഒരു സ്കോപ്പ് അവിടെ കാണുന്നില്ല. കാരണം യാക്കോബിന്റെ അടുക്കൽ നിന്ന് വന്ന ചില ആളുകൾ വരുന്നത് ആയിട്ട് അവിടെ കാണുന്നുണ്ട്. പിന്നെ കേപ്പയെ അവിടെ കാണുന്നുണ്ട്, അതായത് പത്രോസിനെ അവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ബർണബയെ അവരെ കാണുന്നുണ്ട്. അവരും ഇവരുടെ കൂടെ കൂടി നിൽക്കുന്നതായിട്ടും പറയുന്നുണ്ട് ആ സന്ദർഭത്തില്, 2-ാം അധ്യായത്തിലെ വിഷയത്തില്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോസ്തലന്മാരെല്ലാവരും ഇതിനെതിരായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്? യാക്കോബ് ശ്ലീഹ അടക്കം വരുന്ന ആളുകൾ കൂടിയ 2-ാം ജെറുസലേം കൗൺസിലാണ് പറയുന്നത്, ഞങ്ങൾ എല്ലാവരും ന്യായപ്രമാണത്തിൽ തീക്ഷ്ണതയുള്ളവരാണ്, നീയും ന്യായപ്രമാണം അനുസരിച്ച് ക്രമമായി നടക്കുന്നവരാണ് എന്ന് കാണേണ്ടതിന് നീ എന്ത് ചെയ്യണം? ഞങ്ങളുടെ കൂടെ 4 പേരെന്തുണ്ട്? ഈ പറയുന്ന ഒരു യാഗം, എന്താണ് അതിന്, നേർച്ച നേർന്നിട്ടുള്ള 4 പേരുണ്ട്. അവരെ കൂട്ടിക്കൊണ്ടുപോയി നീ ആ നേർച്ച കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുന്നു. പൗലോസ് അത് ചെയ്യുന്നു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോസ്തലന്മാരെ ഒരു പാത, ഒരു ത്വരീക്ക് എന്ന് പറയുന്നത് ഡിഫറന്റ് ആയിരുന്നു. ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. പൗലോസ് പഠിപ്പിച്ച വേയും ഡിഫറന്റ് ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായതാണ്. അതെ, ഇവര് യഹൂദ മതത്തിൽ നിന്ന് പുറത്തു വരുന്ന ആളുകളാണ്. ഇപ്പൊ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നൊരു കുഞ്ഞ് ഉണ്ടായി വരുമ്പോ ആ പുക്കിൾക്കൊടിയൊക്കെ മുറിക്കും, കത്രിയൊക്കെ വെച്ച് മുറിക്കും. അപ്പൊ അത് മുറിക്കരുത് എന്ന് പറയാൻ പാടില്ല. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുന്നത് വരെ ഞാൻ പ്രസവവേദന അനുഭവിക്കുകയാണ് എന്നാ പറയുന്നു.
അപ്പൊ അതൊരു ഉരുവാകലിന്റെ ഒരു പ്രക്രിയ അവിടെ നടക്കുകയാണ്. അപ്പൊ അവിടെ വേദനയുണ്ടാകും, കരച്ചിലുണ്ടാകും, ഒരു പ്രസവത്തോടനുബന്ധിച്ചുള്ള സകല കാര്യങ്ങളും ഉണ്ടാകും. അപ്പൊ ചിലപ്പോ കത്രിക വെച്ച് പുക്കിൾക്കൊടി മുറിച്ചു മാറ്റേണ്ടി വരും. അപ്പൊ യഹൂദ മതവുമായിട്ട് ഈ ക്രിസ്തീയ ഗ്രൂപ്പിനുള്ള ബന്ധം മുറിച്ചു മാറ്റുകയാണ്. കാരണം യഹൂദ മതത്തിനകത്ത് ഗർഭം ധരിച്ചുണ്ടായിട്ടുള്ള ഒരു ശിശുവാണിത്. അത് പുറത്തേക്ക് വന്ന ഒരു സ്വതന്ത്ര ശിശുവായി മാറുന്ന പ്രക്രിയയാണ്. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഉത്ഭവം. അവിടെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ അവിടെ ഇതിനെതിരായിട്ട് പറഞ്ഞു എന്നുള്ളതല്ല. അവിടെ പത്രോസ്ലീഗയ്ക്ക് പിന്നെ യേശു കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾക്കിപ്പോ മുഴുവൻ ഈ കാര്യങ്ങൾ മനസ്സിലാവില്ല, അത് ഇവഞ്ച്വലി അത് ഫോമായി വരികയുള്ളൂ. അതുകൊണ്ട് പത്രോസ്ലീഗ തെറ്റ് ചെയ്ത സമയത്ത്, ഉദാഹരണത്തിന് പത്രോസ്ലീഗ വിജാതിയരോടുകൂടെ ഭക്ഷണം കഴിച്ചിട്ട് ജെറുസലേമിൽ വന്നു കഴിയുമ്പോഴേക്കോ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു. അത് പ്ലീസ് ചെയ്യാനുള്ള ഒരു ഇതാണ്, വ്യക്തിത്വത്തിന്റെ ഒരു പ്രശ്നമാണ്. അപ്പം പൗലോസ്ലീഗ എതിർത്ത് നിൽക്കുന്നുണ്ട്, അങ്ങനെയല്ല. അപ്പൊ ആ രൂപത്തിൽ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ പരസ്പരം പറഞ്ഞിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്, അവർ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ജെറുസലേമിലെ കൗൺസിലില് നിത്യനിയമം എന്ന് പറഞ്ഞ് കൊടുത്ത് യഹൂദന്മാർ പാലിച്ചുകൊണ്ടിരുന്ന പരിച്ഛേദന ആവശ്യമില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ ക്രിസ്ത്യാനിറ്റി യഹൂദ മതത്തിൽ നിന്ന് സ്വതന്ത്രമായി മാറുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ അതിന്റെ ചില പരാമർശങ്ങൾ മാത്രമാണ് ബൈബിളിലുള്ളത്. അത് ആ പരാമർശങ്ങളെ മാത്രം എടുത്തു വെച്ചുകൊണ്ട് വേറൊരു രീതിയിൽ നരേഷൻ ഉണ്ടാക്കുന്നതിൽ അങ്ങനെ വേണേ ഉണ്ടാക്കാം. പക്ഷെ അതല്ല ഇതിന്റെ യഥാർത്ഥ പിക്ചർ. യഥാർത്ഥത്തിൽ പൗലുസ്ലീഹ ക്രിസ്ത്യാനിറ്റിയുടെ അപ്പോസ്തലൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ക്രിസ്ത്യാനിറ്റി രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ ജ്ഞാനമുള്ള പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. അപ്പൊ പൗലുസ്ലീഹയുടെ ഒരു വെളിപ്പാടും ദർശനവും ഈ ക്രിസ്ത്യാനിറ്റി ഫോം ചെയ്യപ്പെടുന്നതിൽ വലിയ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. ഇപ്പൊ 27 പുസ്തകമാണ് പുതിയ നിയമത്തിലുള്ളത്. അതിൽ 14 പുസ്തകം പൗലുസ്ലീഹയാണ് എഴുതിയിട്ടുള്ളത്. അതായത് 50% മോർ ദാൻ 50% എന്ന് പറഞ്ഞാൽ പോരാ. കാരണം പുസ്തകത്തിന്റെ വലിപ്പം പരിഗണിക്കുമ്പോൾ കണ്ടന്റ് വൈസ് ആകുമ്പോൾ ശരിക്കും കൺസിഡറബിൾ ഒരു എമൗണ്ട് പൗലുസ്ലീഹ എഴുതിയിട്ടുണ്ട്. പുസ്തകങ്ങളെ നോക്കി കഴിയുമ്പോൾ 27-14 എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ബുക്സ്, മോർ ദാൻ 50% ബുക്സ് പൗലുസ്ലീഹയാണ് എഴുതിയത്. അപ്പൊ ആ ഒരാൾ ഒരു ഫ്രിഞ്ച് എലമെന്റ് ആയിരുന്നെന്ന് സ്ഥാപിക്കാനാണ് ഫുഖദ് ശ്രമിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പൗലോസ്ലീഹയുടെ തന്നെ വാക്കുകൾ എനിക്ക് അങ്ങനെ തോന്നുന്നതും കാരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഗലാത്യ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തില് 18-ാമത്തെ വചനത്തില് പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘകരിൽ അതിലംഘകനല്ലയോ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ റോമാലേഖനത്തിന്റെ 7-ാം അധ്യായത്തില് ഒരുവൻ ഈ പറയുന്ന ന്യായപ്രമാണം ഒരു തവണ ന്യായപ്രമാണത്തോട് തൊലാക്കി ചൊല്ലിയിട്ട് പിന്നെയും ന്യായപ്രമാണത്തോട് ആരെങ്കിലും ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അയാള് വ്യഭിചാരിക്ക് സമയമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ പൗലോസ്ലീഹ തന്നെ ഇട്ട് തരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പിന്നെ പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, ഞാൻ നേരത്തെ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ന്യായപ്രമാണത്തിൽ നീതി അഥവാ മോക്ഷം വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ ആയില്ലേ എന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോസ്തലന്മാരെ കുറിച്ച് യേശു പറയുന്നുണ്ട്, പിതാവേ നീ അയച്ച വചനം ഞാൻ സ്വീകരിച്ച് ഞാനത് ഇവർക്ക് കൊടുത്തും ഇരിക്കുന്നു. അപ്പോസ്തലന്മാരുടെ മഹത്വമൊന്നും ഞാനിവിടെ പറയേണ്ട ആവശ്യം ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നത്. ആ അപ്പോസ്തലന്മാരും ന്യായപ്രമാണത്തിൽ കണിശത കാണിച്ചവരാണ് എന്ന് ബൈബിളിൽ തന്നെ പറയുമ്പോൾ ആ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ പൗലോസ് പൊളിച്ചത് പൗലോസ് തന്നെ പൗലോസ് പണിതത് പൗലോസ് തന്നെ പൊളിക്കുന്ന ഒരു കാഴ്ച കണ്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിച്ചത്. എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആരും ഒന്നും മിണ്ടാത്തതാണോ അതോ എനിക്കൊന്നും കേൾക്കാത്തതാണോ? ഞാൻ കേട്ടായിരുന്നു. സോറി, എന്റെ ഇനി മൈക്ക് മ്യൂട്ട് എന്തെങ്കിലും ആയി പോയതാട്ടോ. മൈക്ക് മ്യൂട്ടാ. ഞാൻ പറയാം. അതായത് ഈ യേശുക്രിസ്തു സത്യത്തിൽ യഹൂദ റബി ആയിരുന്നു. യഹൂദന്മാരുടെ കൂടെയുള്ള ഒരു സെക്ട്, പല സെക്റ്റുകളായിട്ടാണ് യഹൂദന്മാർ. അതിലൊരു സെക്ട് ആയിരുന്നു യേശുവിൻ്റെത്. ആ സെക്റ്റാണ് പിന്നീട് ക്രിസ്ത്യാനിറ്റി ആയിട്ട് രൂപപ്പെടുന്നത്. അപ്പൊ ജൂവിഷ് സെക്ട് ആയിട്ട് ന്യായപ്രമാണത്തിന്റെ കീഴിൽ യേശു ജനിച്ചു. അത് ഗലാത്യ ലേഖനം, ഇപ്പൊ നിങ്ങൾ പറയുന്ന ഗലാത്യ ലേഖനത്തിൽ തന്നെ 4:4 പറയുന്നുണ്ട്, ജീസസ് ജനിച്ചത് ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്. ആ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ച
യേശു കർത്താവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യർ ആ ന്യായപ്രമാണം അനുസരിച്ചും യഹൂദ മര്യാദ അനുസരിച്ചും ആണ്. ഉദാഹരണത്തിന് ക്രിസ്ത്യാനിറ്റിയുടെ ബിഗിനിങ്ങിൽ അവര് 9 മണി നേരത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുമ്പോൾ, 3 മണി നേരത്തെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ എന്നൊക്കെ നമുക്ക് കാണാം. അതായത് യഹൂദന്മാരുടെ ദൈവാലയത്തിലെ പ്രാർത്ഥനാ സമയങ്ങളിൽ അതാത് പ്രാർത്ഥനകൾക്ക്, ഇന്ന് മുസ്ലിങ്ങൾ ഓരോ നിസ്കാരത്തിനും അവർ നിസ്കാരത്തിന് പോകുന്നത് പോലെ യഹൂദന്മാരുടെ പ്രാർത്ഥനാ സമയങ്ങളുണ്ട്. ആ പ്രാർത്ഥനാ സമയങ്ങളിൽ കൃത്യമായി ആ പ്രാർത്ഥനയ്ക്ക് ഈ അപ്പോസ്തലന്മാർ പോയിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, അത് ശൈശവ ദശയാണ്, ക്രിസ്ത്യാനിറ്റിയുടെ ശൈശവ ദശയാണ്. ആ ശൈശവ ദശയിൽ അങ്ങനെ തന്നെയാണ് അവർ നിന്നിരുന്നത്. എന്നാൽ അവിടെ നിന്ന് അത് മാറുന്നപ്പോഴാണ്, ജെറുസലേം ദൈവാലയം പൊളിച്ചു മാറ്റുമ്പോഴാണ് അത് പൂർണ്ണ തോതിൽ ക്രിസ്ത്യാനിറ്റി സ്വതന്ത്രമാകുന്നത്. അത് പൊളിച്ചു മാറ്റുമെന്നുള്ളത് കർത്താവ് പ്രവചിച്ചിട്ടുണ്ട്. ആ ആ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, കർത്താവ് ന്യായപ്രമാണത്തിലാണ് ജീവിച്ചിരുന്നത്. അവസാനം ക്രിസ്തു എന്തായി തീരുന്നു? ന്യായപ്രമാണത്തിന്റെ അവസാനമായി തീരുന്നു. ഇവിടെ ഈ റോമാലേഖനം 10:4 അതുകൊണ്ടാണ് പറയുന്നത്, അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചത് കൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. അപ്പൊ ക്രിസ്തുവിനോടുകൂടെ ന്യായപ്രമാണം അവസാനിക്കുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് ഈ ക്രിസ്തുവിന്റെ മരണത്തിന് മുമ്പ് അവർ ന്യായപ്രമാണം ആചരിച്ചും പെരുന്നാളുകൾ കൂടിയും പള്ളിയിൽ പോയും ഒക്കെയാണ് അവർ ജീവിച്ചിരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക ആ പശ്ചാത്തലം. Any more questions? ഇനി ആരെങ്കിലും ഉണ്ടോ? സംസാരിക്കാൻ അവസരം തന്നതിൽ താങ്ക്സ് കേട്ടോ, നന്ദിയുണ്ട്. സംസാരിക്കാൻ അവസരം തന്നതിൽ നേരത്തെ ഞാൻ ഒരു നന്ദി പറയാൻ വിട്ടുപോയി. എന്തായാലും സംസാരിക്കാൻ അവസരം തന്നതിൽ നന്ദിയുണ്ട്. ധാരാളം വിഷയങ്ങൾ നമ്മളോട് ചർച്ച ചെയ്തു. അതിൽ കൃത്യമായിട്ടുള്ള ഗ്ലോറിയസ് ഗോസ്പൽ അവരുടെ നിലപാട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്.